ഇനി നോമ്പായിട്ട് നോമ്പിന്റെ സ്നാക്സ്, നോമ്പ് തുറ വിഭവങ്ങളാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഇന്ന് ഞങ്ങളുടെ ഒരു വെറൈറ്റി സ്നാക്കാണ് ഇന്നത്തെ ഐറ്റം അല്ലേ? യെസ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. ചുവന്നമുളക് ഒന്ന് ഉണക്കിയിട്ട് ഒന്ന് മിക്സിയിൽ പൊടിക്കുക. അപ്പൊ ഇത് ചുവന്നമുളകിന്റെ ആ ഒരു ഫ്ലെക്സ് ആയി കിട്ടും. പിന്നെ നമുക്കൊരു 5 കിഴങ്ങ് വേവിച്ചത് വേണം. അത് ഉപ്പിടണമെന്നില്ല, അത് നിങ്ങളോട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഉടഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ഉടച്ചു വെക്കുക. ഇതിലേക്ക് മൊത്തം നമുക്ക് 3 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ വേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് പാകത്തിനിടുക. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ഗരം മസാലയും 1 കൈപ്പിടുത്തം മല്ലിയിലയും പിന്നെ 1 ടേബിൾ സ്പൂണ് ചുവന്ന ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ച് വെക്കുക. അതിലേക്ക് ഇനി ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ, ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിൽ നല്ലോണം ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം. 1 മണിക്കൂർ തണുപ്പിക്കണം. അധികം ഉറക്കണ്ട, ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ അതിന് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടിങ് ചെയ്യണം. അതിന്റെ കവറൊക്കെ പൊളിച്ച് മാറ്റി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ കംപ്ലീറ്റ് മുറിച്ചെടുക്കുക. അത് ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ഇപ്പൊ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സൈഡ് കവറൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റുക. ഞാൻ മുത്തപ്പക്ക് മുറിക്കുന്ന ഒരു കത്തിണ്ട്, നമ്മളെ പുട്ടി ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനല്ലേ, അതുകൊണ്ടൊന്ന് പീസാക്കി മുറിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ കത്തി കൊണ്ട് മുറിക്കുന്നുണ്ട്. നിങ്ങളെ സൗകര്യം പോലെ മുറിച്ചു വെക്കുക. അത് പിന്നെ ഒന്ന് തണുത്തെങ്കിലുള്ളൂ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ലെങ്ത് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് കുറക്കാം, പക്ഷെ ലെങ്ത് ഉണ്ടാകുകയാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ ഇത് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണ ആയിരിക്കണം. എണ്ണയിലിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കുന്നത്. ഒന്ന് പിന്നെ ചൂടൊരിക്കലും കുറക്കരുത്. ഒന്ന് ചൂടായി വന്ന ശേഷം ഒന്ന് കംപ്ലീറ്റ് മറിച്ചിടുക. ഈ തണുപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതൊരു കിഴങ്ങുള്ളത് കൊണ്ട് ഇതിങ്ങനെ വയന്ന് കളിക്കും. അപ്പൊ ഇത് കംപ്ലീറ്റ് ഇട്ടിട്ട് ആവശ്യത്തിന് നന്നായിട്ട് മുങ്ങിയിടരുത്. നമുക്ക് മറിക്കാനുള്ള ഒരു സൗകര്യത്തിന് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് നല്ല ഹൈ ചൂടിൽ തന്നെ വെക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ഇങ്ങനെ വരും. ആ സമയത്ത് ഒന്നുകൂടി മറിച്ച് ഇട്ട് കൊടുക്കുക. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെൻട്രലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കോരി എടുക്കാണ്. ഇത് നമുക്ക് കെച്ചപ്പ് കൂട്ടി കഴിക്കുക, അതല്ലാതെ വെറുതെ കഴിക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. നല്ല കറുമുറുകാനുണ്ടാവും, കണ്ടല്ലേ? ഇതേങ്ങനെ പൊട്ടിക്കുക. വേണമെങ്കിൽ കെച്ചപ്പിൽ മുറിക്കുക, അല്ലെങ്കിൽ മുക്കി കഴിക്കുക, അല്ലെങ്കിൽ തൂമില് ഗാർലിക് പേസ്റ്റിൽ വെച്ച് കഴിക്കാം. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.